ഹായ് ഫ്രണ്ട്സ്, ഇന്ന് പതിവ് പോലെ തന്നെ രാവിലത്തെ കറികളെല്ലാം ചേട്ടൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ അടുക്കളയിലേക്ക് എത്തിയിരുന്നത്. രാവിലെ അടുക്കളയിലേക്ക് എടുത്തുകൊണ്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇതുപോലെ ചെപ്പോട്ടും പാട്ടും ഡാൻസും ഒക്കെ കഴിഞ്ഞിട്ടാണ് എടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ നിർബന്ധം പിടിച്ചങ്ങ് കരഞ്ഞളയും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് പോകുന്നത്. അടുക്കളയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ പതിവ് ബിസ്ക്കറ്റ്, ആ ഒരു പതിവാണ്. അത് ആദ്യം കൊടുത്ത് അത് കയ്യിൽ കൊടുക്കുമ്പോൾ തന്നെ കുറച്ച് നേരം അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ആദ്യം തന്നെ കൊടുക്കുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരം പൊടിച്ചും വായിൽ വെച്ച് എന്നും ഒക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. കുറച്ച് നേരം ഞാൻ അവിടെ ഇരിക്കണം. ഇരുന്ന് അവർക്ക് ബിസ്ക്കറ്റ് കൊടുത്ത് അമ്മയ്ക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് തരും. അത് ഡെയിലിയുള്ള പതിവ് തന്നെയാണ് കേട്ടോ. ഇപ്പം നല്ല മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ രണ്ട് മക്കളും ഒരുപാട് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. പുതച്ച് മൂടി നല്ല സുഖമായിട്ടാണ് രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നത്. ചേട്ടൻ ഇതിനിടയിൽ തന്നെ മീൻകറിയൊക്കെ വെച്ച് പയർ, നമ്മുടെ കയ്യിൽ തന്നെ വിളഞ്ഞ പയറൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ ഒരു തോരനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ തോരൻ നല്ല ടേസ്റ്റുള്ളതായിരുന്നു. കടയിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ തന്നെ വിളയിച്ച് കിട്ടുന്ന പച്ചക്കറികളൊക്കെ ആയിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത്. എല്ലാം നമുക്ക് കിട്ടില്ല, എന്നാൽ കൂടി കിട്ടുന്ന ചീരയായിക്കോട്ടെ, പയറായിക്കോട്ടെ, മുളകായിക്കോട്ടെ, വീട്ടിലുള്ളതിൽ നിന്നും എടുത്ത് കറി വയ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. ചേട്ടൻ അതിനിടയിൽ തന്നെ കുറച്ച് നേരം മക്കളെ രണ്ടുപേരെ എടുക്കുന്നുണ്ട്. ചേട്ടൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചു വാങ്ങാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വരാൻ ഭയങ്കര വാശിയാണ്. എപ്പോഴും അച്ഛൻ തന്നെ എടുക്കണം എന്നൊരു പിടിവാശിയാണ് രണ്ട് മക്കൾക്കും. ഇപ്പം ചെറുതായിട്ട് ചില വാക്കുകളൊക്കെ രണ്ടുപേരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അച്ഛ, അമ്മ, അത്ത അത്ത എന്നാണ് വിളിക്കുന്നത്. അത് എപ്പോഴും എൻ്റെ മൂത്തവൾ ഏത് സമയം ചേട്ടനെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് കണ്ടില്ല എങ്കിൽ അത്ത 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 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ അപ്പൂപ്പൻ അപ്പ അപ്പ, എല്ലാവരും ഇങ്ങനെ ഓരോരോ വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നല്ല ക്ലാരിറ്റി ഇല്ലെങ്കിൽ കൂടി നമുക്ക് മനസ്സിലാകും. പിന്നെ നമ്മൾ പറയുന്ന ഓരോരോ കാര്യങ്ങൾ, വിശക്കുമ്പം പാപ്പ് എന്ന് പറയും. വിശക്കുന്ന സമയത്ത് അമ്മ 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 എന്ന് വിളിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വരിക തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. അതിനിടയിൽ കൂടി തന്നെ ഞാൻ രാവിലെ അച്ഛന് വേണ്ട തേയിലകളും കാപ്പിയും എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പനങ്കൽക്കണ്ടം പൊടിച്ച് വെച്ചതാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പൊടിക്കാതെ ഉള്ള ചെറിയ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ നമ്മളിപ്പോൾ കുറുക്ക് അനത്തുന്ന സമയത്ത് നന്നായിട്ട് അത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. കട്ടിയായിട്ടിരിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ വായിലേക്ക് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതെല്ലാം ശ്രദ്ധിച്ച് നല്ല രീതിയിൽ കുറുക്കി എടുത്തിട്ട് വേണം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനുള്ളത്. പിന്നെ നമ്മളിപ്പം റാഗിയുടെ പൊടി വാങ്ങിച്ചുകൊണ്ടൊന്ന് പൊടിപ്പിച്ച് അത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തരിപ്പെല്ലാം അരിച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം അതിൻ്റെ തരിയിരിപ്പൊക്കെ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്ത് വാങ്ങിച്ചാലും അത് പൊടിപ്പിച്ച് നല്ലതായിട്ട് അരിച്ച് വേണം കുഞ്ഞുങ്ങൾക്കത് കൊടുക്കാനുള്ളത് കേട്ടോ. അതിനിടയിൽ കൂടി കുറുക്കെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ചേട്ടൻ അതിനിടയ്ക്ക് ഇഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല വെള്ളച്ചമ്മന്തിയാണ്, കാരണം എരിവില്ലാത്ത ചമ്മന്തിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കേട്ടോ. ചീര മിക്ക ദിവസങ്ങളിലും നമ്മളെ വീട്ടിലുണ്ടാകുന്ന ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാമ്പഴ പുളിശ്ശേരി, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നല്ല, വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്, കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് മാമ്പഴ പുളിശ്ശേരിയും ചോറും ഒക്കെ ചേർത്ത് ഞാൻ നൽകാറുണ്ട്. പിന്നെ അധികം തണുപ്പുള്ള ആഹാരം അങ്ങനെ കൊടുക്കാറില്ല. പിന്നെ വല്ലപ്പോഴല്ലേ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം കുഞ്ഞുങ്ങൾക്ക് കൂടി കൊടുക്കാൻ ശ്രമിക്കും കേട്ടോ. അവരും അത് കഴിക്കാറുണ്ട്. പിന്നെ അടിപൊളി ഒരു മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ. നല്ല എരിവൊക്കെയുള്ള മീൻകറിയാണ്. ഇതൊന്നും കുഞ്ഞിന് കൊടുക്കാറില്ല. മീനൊന്നും നമ്മൾ തൊടിയിച്ചിട്ടില്ല. ചേട്ടൻ ഇതെല്ലാം കറി വയ്ക്കുന്ന സമയത്ത് നമ്മൾ കുഞ്ഞുമായിട്ട് മേലായിരുന്നു. കാരണം അവരെ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരെ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല. പിന്നെ ഞാൻ വന്ന് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് മക്കൾക്ക് ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ആ ഒരു നിർബന്ധം പിടിച്ച് കരയും. ആ ഒരു സമയത്ത് ചേട്ടനെ കൊണ്ട് മാത്രം ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ചേട്ടന് താഴെ വന്ന് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നതിന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ചേട്ടന് വേണ്ടിയിട്ടുള്ള ഫുഡെല്ലാം കൊണ്ടുപോകാൻ വേണ്ടി പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഇന്നും മീൻകറിയും തോരനും മാമ്പഴ പുളിശ്ശേരി ചേട്ടൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നു കേട്ടോ. അങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ വെക്കുമെങ്കിലും അധികമായിട്ടൊന്നും കൊണ്ടുപോകാറൊന്നുമില്ല. മിക്ക ദിവസങ്ങളിലും ചേട്ടനോട് വഴക്കിടുന്ന ഇതിനാണ്. ഫുഡെല്ലാം നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ട് ചേട്ടൻ ഒന്നും കഴിക്കാതെ അങ്ങ് പൊക്കളയും. ശരിക്കും എന്നെ കണ്ടാൽ മെലിഞ്ഞിട്ടാണ് ഞാൻ ഇരിക്കുന്നതെങ്കിലും ഞാൻ നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. എന്നെ വെച്ച് നോക്കുമ്പോൾ ചേട്ടൻ അങ്ങനെ അധികം കഴിക്കാറ് പോലും ഇല്ല. അതാണ് എൻ്റെ അടുത്ത് വന്ന് എപ്പോഴും വന്ന് വഴക്കിടക്കുവാണ്. അത് കഴിച്ചില്ല, ഇത് കഴിച്ചില്ല എന്ന്. ഞാൻ തിരിച്ചു പറയാറുണ്ട്, ചേട്ടൻ ഇതൊന്നും കഴിക്കാറില്ലല്ലോ എന്ന്. ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്ന നേരെ അടുക്കളയിലെത്തി ആദ്യം പാത്രമെല്ലാം തുറന്നു നോക്കും. കറിയൊന്നും ആരും കഴിക്കാതെ അല്ലെങ്കിൽ ഫുഡ് അതുപോലെ ഇരിക്കുകയാണെങ്കിൽ ചേട്ടന് പെട്ടെന്ന് ദേഷ്യം വരും. ഇതെന്താ ഇവിടെ ആരും ഒന്നും കഴിച്ചില്ലേ,
ചേട്ടനിപ്പോൾ എന്തുണ്ടാക്കി വെച്ചാലും അത് എല്ലാവരും കഴിക്കണം, അത് പാത്രമെല്ലാം കാലിയായിരിക്കണം, ആ ഒരു മൈൻഡാണ് കേട്ടോ. എപ്പോഴും നമ്മളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഫുഡ് ഉണ്ടാക്കാനായിക്കോട്ടെ മറ്റുള്ളവർക്ക് അത് സെർവ് ചെയ്യാനായിക്കോട്ടെ, അതൊക്കെ ചേട്ടന് വലിയ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. പക്ഷേ എന്നാൽ സ്വന്തമായിട്ടൊന്നും കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഞാൻ കഴിച്ചു, ഞാൻ എപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്, ചേട്ടൻ കഴിച്ചു? കഴിച്ചു കഴിച്ചു എന്ന് പറയും. എന്നാൽ ഒരു നാരങ്ങ വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും. ചേട്ടൻ പറയുന്നത് എനിക്ക് വിശപ്പ് അങ്ങനെ ഇല്ല എന്നാണ് പറയാറുള്ളത് കേട്ടോ. അതിനാണ് മിക്ക ദിവസങ്ങളിലും വഴക്കിടുന്നത്. ഞാൻ ഇപ്പോൾ അധികം ചോറ് കെട്ടി വെച്ചാലോ എല്ലാം എന്നോട് അതിനാണ് വഴക്ക് പറയാറുള്ളത് കേട്ടോ. അതിനുശേഷം ഞാനും മക്കളുമായിട്ട് ഒരു മൽപ്പിടുത്തമാണ് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടേ. ഇതുപോലെ അടങ്ങി വന്ന് വിശന്നിരിക്കുവാണെങ്കിൽ വന്നിരുന്ന് കഴിക്കും, അല്ലെങ്കിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. ഇപ്പം ഒരാൾക്ക് വെച്ചിരിക്കുന്നത് ഡൈപ്പർ ക്ലോത്ത്സാണ് കേട്ടോ. രാവിലെ ഇപ്പം മോഷണമൊക്കെ പാസ് ചെയ്ത് മാറ്റി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഡൈപ്പർ ക്ലോത്ത്സൊക്കെയാണ് വെച്ച് കൊടുക്കാറുള്ളത് കേട്ടോ. ഡൈപ്പർ ക്ലോത്ത്സ് ഉണങ്ങി കിട്ടുകയാണെങ്കിൽ നമുക്കിതുപോലെ ഏത് സമയം വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇത് കഴുകിയിട്ട് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടാൻ വലിയ പ്രയാസമാണ് കേട്ടോ. അവർ ഫുഡ് കഴിക്കാൻ വേണ്ടി പാട്ടൊക്കെ പാടി കുറേ നേരം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു പിടി അന്നം ഒന്ന് അവരുടെ വായിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അത് ഇച്ചിരി കഷ്ടപ്പാടുള്ള പരിപാടി തന്നെയാണ്. അതെല്ലാം കുടിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് വരാറുള്ളത് കേട്ടോ. മുമ്പൊക്കെയാണെങ്കിൽ അടുത്ത് വന്നിരുന്ന് കഴിക്കുന്ന മക്കളായിരുന്നു, ഇപ്പം നല്ല വാശിയാണ്. അതിനുശേഷം മേല് വന്ന് റൂമെല്ലാം ക്ലീൻ ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ എല്ലാം നമ്മൾ വൃത്തിയാക്കി ഇടണമല്ലോ. നന്നായിട്ട് വൃത്തിയാക്കി അവിടെയുള്ള പൊടിയെല്ലാം തട്ടിക്കളഞ്ഞു. പിന്നെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ള ചൂടുവെള്ളം എല്ലാം ബാത്റൂമിൽ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം എണ്ണയൊക്കെ ഇട്ടാണ് കുളിപ്പിക്കാറുള്ളത്. ഇപ്പം തണുപ്പായതുകൊണ്ട് അധികം തലയിലൊന്നും എണ്ണ അധികം തേച്ച് പിടിപ്പിക്കാറില്ല കേട്ടോ. എണ്ണ ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ ഒരു ചെറിയ പനി വന്നപ്പോൾ തന്നെ കൊണ്ടുവന്ന സമയത്ത് അവർ പറഞ്ഞിരിക്കുന്നത് അധികം എണ്ണയൊന്നും തലയിൽ വാരി പൊത്തരുതെന്നാണ്. പെട്ടെന്ന് നമ്മൾ തോനെ എണ്ണയൊക്കെ വാരി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പനി പിടിക്കാൻ നല്ല ചാൻസാണ് കേട്ടോ. പിന്നെ മഴയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അങ്ങനെ കുളിപ്പിക്കണമെന്നൊന്നും ഇല്ല, പിറവൊന്ന് കഴുകിയെടുത്താൽ മതിയാവും. പിന്നെ ഞാൻ പിരിയം എഴുതിയത് അപ്പോൾ കുളിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ സോപ്പ് കണ്ണിൻ്റെ അവിടെ അധികമായിട്ടിട്ട് ഉരച്ചെടുക്കാറില്ല. ഈ പിരികം എഴുതുന്ന സമയത്ത് ഒരു ചെറിയ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് അതിനകത്ത് എണ്ണ പുരട്ടിയിട്ട് അത് മായ്ച്ചിട്ടാണ് പിരികം എഴുതി കൊടുക്കുന്നത് കേട്ടോ ഒന്നേന്ന്. കാരണം അപ്പോൾ അവരത് അറിയത്തുമില്ല, പെട്ടെന്ന് തന്നെ മായ്ക്കാനും പറ്റും. കുളിപ്പിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ അമിതമായിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകുകയാണെങ്കിൽ കരയും കുഞ്ഞുങ്ങൾ. പിന്നെ കുളിപ്പിക്കുമ്പോൾ കണ്ണിൻ്റെ ഭാഗവും മുഖവും എല്ലാം നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ചും ശരീരഭാഗം എല്ലാം ചൂടുവെള്ളം ഉപയോഗിച്ച് വേണം കഴുകാൻ വേണ്ടിയിട്ട്. കണ്ണിനകത്ത് പഴുപ്പ് വരാതിരിക്കാനും തണുത്ത വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുന്നത് നല്ലത് തന്നെയാണ് കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങളെ എപ്പോൾ കുളിപ്പിച്ചാലും ഏറ്റവും ലാസ്റ്റ് വേണം തല കഴുകി കൊടുക്കാൻ കേട്ടോ. കാരണം ഒരുപാട് നേരം ഇങ്ങനെ തലയിൽ വെള്ളം തങ്ങി നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് പനി പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കുളിപ്പിച്ച് വന്ന ഉടനെ തന്നെ തലയെല്ലാം നന്നായിട്ട് തോർത്തി പുക്കിളിൻ്റെ അവിടെ എല്ലാം വെള്ളം നന്നായിട്ട് ഒപ്പിക്കൊടുത്ത് ചെവിയും പുക്കിളിൻ്റെ ഭാഗം എല്ലാം നന്നായിട്ട് ഊരിക്കൊടുത്ത് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ വെള്ളമൊക്കെ തങ്ങി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പനി വരും. പിന്നെ നമ്മളിപ്പോൾ കുറുക്കോ എന്തൊരു കൊടുത്തു കഴിഞ്ഞാലും ആ കുഞ്ഞുങ്ങളുടെ ശരീരഭാഗം എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വെള്ളം ഇപ്പോൾ ദേഹത്തങ്ങനെ വീഴുകയാണെങ്കിൽ കൂടി നനഞ്ഞ തുണി ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക കേട്ടോ. നനഞ്ഞ തുണി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നെഞ്ചത്തൊക്കെ തണുപ്പടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പനി വരും, അത് ശ്രദ്ധിക്കുക. നനയുകയാണെങ്കിൽ അപ്പോൾ തന്നെ വേറെ ഉടുപ്പിട്ട് കൊടുക്കുക. രണ്ടുപേരെയും കുളിപ്പിച്ച് പിരിയൊക്കെ എഴുതി വിറ്റാമിൻ D3 മരുന്നൊക്കെ കൊടുത്ത് ഉറക്കാൻ കിടത്തി. അതിനുശേഷം അവർക്ക് ഡൈപ്പർ ക്ലോത്ത്സ് വയ്ക്കുമായിരുന്നു, അത് നന്നായിട്ട് കഴുകാനൊക്കെ ഇട്ട് ഞാനും പോയി കുളിച്ചിട്ട് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് രണ്ടുപേരും എഴുന്നേറ്റ് എൻ്റെ കൂടെ വന്നു. പിന്നെ അവരുടെ കുഞ്ഞുടുപ്പുകളെല്ലാം അടുക്കി പറക്കി വയ്ക്കാൻ എന്നെ സഹായിക്കുകയും കൂടി ചെയ്തു. അതിനുശേഷം ഉച്ചയായി. അവർക്ക് ഞാൻ ഇഡലിയാണ് കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇഡലിയും ചമ്മന്തിക്കറി എരിവ് കുറച്ച് രണ്ടുപേർക്ക് ഇതുപോലെ വാരി കൊടുത്തുകൊണ്ടിരുന്നു. അവിടെയും ഇതുപോലുള്ള കുറച്ച് കലാപരിപാടികളുണ്ട്. ഇറങ്ങിപ്പോവും, പിടിച്ചുകൊണ്ട് നേരെ വയ്ക്കും. ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒരു വലിയ മൽപ്പിടുത്തം തന്നെ നടത്തേണ്ടി വരും എന്ന് തന്നെ പറയാം കേട്ടോ. കുറച്ച് കഴിച്ച് അടങ്ങിയൊക്കെ ഇരിക്കും, അത് കഴിയുമ്പോൾ അത് മൊത്തം തീർക്കണമെങ്കിൽ നമ്മൾ കൂടെ നടക്കണം. ഞാൻ രണ്ടുപേർക്കും ചേർത്ത് ഒരുമിച്ച് തന്നെയാണ് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അടുക്കളയിലേക്കുള്ള കുറച്ച് വിറവൊക്കെ അച്ഛൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം വാരി അടുക്കി വെച്ചു. അച്ഛൻ പറക്കി അവിടെ കൂട്ടി വെച്ചിരുന്നു, ഞാനതെല്ലാം കൊണ്ട് അടുക്കളയിൽ കൊണ്ട് നിരത്തി വെച്ചു. ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ്. അതിനിടയിൽ മക്കളും അതിൻ്റെ ഇടയിൽ കുരുത്തക്കേട് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം മക്കളെ ഒരുക്കി കുളിപ്പിച്ച് സുന്ദരി കുട്ടികളാക്കി. പിന്നെ രാത്രിയാവുന്ന സമയത്ത് അവർക്ക് വേണ്ട ഫുഡൊക്കെ കൊടുത്ത് ചേട്ടൻ വന്ന സമയത്ത് ചേട്ടനുമായിട്ട് കുറച്ച് നേരമൊക്കെ ചിലവഴിച്ച് പിന്നെ അവർ ഉറങ്ങേണ്ട സമയമാകുന്ന നേരത്ത് ഇതുപോലെ ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന് കട്ടിലിൽ കിടത്തി ഉറക്കാനാണ് പതിവ്. ഒരാൾ നേരത്തെ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു, അടുത്ത ആൾ പാച്ച് പിടിച്ച് ഉറങ്ങാൻ സമയം അമ്മയെ വാ എന്ന രീതിയിൽ നോക്കുകയാണ്.